നായകനായും ഉപനായകനായും സുരേഷ് ഗോപി തിളങ്ങിയ വർഷമായിരുന്നു 1993. 13 സിനിമകളാണ് സുരേഷ് ഗോപിയുടേതായി 93-ൽ റിലീസിനെത്തിയത്. ജനുവരി 22-ന് തിയേറ്ററിലെത്തിയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ആയിരുന്നു 93-ലെ സുരേഷ് ഗോപിയുടെ ആദ്യത്തെ ചിത്രം. ജഗദീഷ് നായകനായ ഈ ചിത്രത്തിൽ എക്സ്റ്റൻഡഡ് കാമിയോ റോളിലായിരുന്നു സുരേഷ് ഗോപി എത്തിയത്. രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായിരുന്നു. ജനുവരി 27-ന് തിയേറ്ററിലെത്തിയ ജോഷിയുടെ ധ്രുവമായിരുന്നു അടുത്ത റിലീസ്. മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു. ചിത്രം തിയേറ്ററിൽ വിജയം നേടി. ഫെബ്രുവരി 11-ന് തിയേറ്ററിലെത്തിയ അലി അക്ബറിന്റെ പൊന്നുച്ചാമി സുരേഷ് ഗോപി നായകനായ ചിത്രമായിരുന്നു. സിനിമ തിയേറ്ററിൽ വലിയ പരാജയമായി. ഫെബ്രുവരി 12-ന് തിയേറ്ററിലെത്തിയ അനിൽ ബാബുവിന്റെ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് ആയിരുന്നു അടുത്ത റിലീസ്. ജഗദീഷും സുരേഷ് ഗോപിയും നായകന്മാരായ ഈ ചിത്രം തിയേറ്ററിൽ ശരാശരി വിജയത്തിലൊതുങ്ങി. ഏപ്രിൽ 23-ന് തിയേറ്ററിലെത്തിയ ജയരാജിന്റെ പൈതൃകമായിരുന്നു 93-ലെ സുരേഷ് ഗോപിയുടെ 5ാമത്തെ റിലീസ്. ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു. സുരേഷ് ഗോപിയോടൊപ്പം ജയറാമും പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു. മെയ് 20-ന് തിയേറ്ററിലെത്തിയ ഷാജി കൈലാസിന്റെ ഏകലവനായിരുന്നു അടുത്ത റിലീസ്. സുരേഷ് ഗോപിയുടെ കരിയർ മാറ്റിയ ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് രഞ്ജി പണിക്കരായിരുന്നു. സുരേഷ് ഗോപിക്ക് സൂപ്പർ താര പദവി നൽകിയ ചിത്രമായിരുന്നു ഏകലവ്യൻ. ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി. ജൂൺ 25-ന് തിയേറ്ററിലെത്തിയ സിറ്റി പോലീസ് ആയിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്ത റിലീസ്. വേണു ബി നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായി. ജൂൺ 25-ന് തന്നെയായിരുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സമൂഹവും തിയേറ്ററിലെത്തിയത്. സുഹാസിനി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി നായകതുല്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ചിത്രം തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി. സെപ്റ്റംബർ 30-ന് തിയേറ്ററിലെത്തിയ മാഫിയ ആയിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്ത റിലീസ്. രഞ്ജി പണിക്കർ ഷാജി കൈലാസ് കൂട്ടുകെട്ട് ഏകലവ്യന് ശേഷം സുരേഷ് ഗോപിയെ നായകനാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു മാഫിയ. ഏകലവ്യന്റെ വലിയ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മാഫിയ തിയേറ്ററിൽ ഭേദപ്പെട്ട വിജയം നേടി. ഒക്ടോബർ 22-ന് തിയേറ്ററിലെത്തിയ ജോമോന്റെ യാദവമായിരുന്നു 93-ലെ സുരേഷ് ഗോപിയുടെ 10ാമത്തെ റിലീസ്. ഖുഷ്ബു ആയിരുന്നു സുരേഷ് ഗോപിയുടെ നായികയായി എത്തിയത്. ചിത്രം തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി. നവംബർ 26-ന് തിയേറ്ററിലെത്തിയ തുളസിദാസിന്റെ ഇതു മഞ്ഞുകാലമായിരുന്നു സുരേഷ് ഗോപിയുടെ 11ാമത്തെ റിലീസ്. ഉർവശി ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം മനോജ് കെ ജയനും പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു. ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു. നവംബർ 27-ന് തിയേറ്ററിലെത്തിയ അശോകന്റെ ആചാര്യനായിരുന്നു 93-ലെ സുരേഷ് ഗോപിയുടെ 12ാമത്തെ റിലീസ്. എക്സ്റ്റൻഡഡ് കാമിയോ കഥാപാത്രമായിട്ടാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ എത്തിയത്. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഡിസംബർ 24-ന് തിയേറ്ററിലെത്തിയ ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴായിരുന്നു 93-ലെ സുരേഷ് ഗോപിയുടെ അവസാനത്തെ റിലീസ്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ. നായികയായി ശോഭനയും എത്തി. സുരേഷ് ഗോപി ഉപനായക വേഷത്തിലെത്തിയ ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി. മലയാള സിനിമയിൽ അതുവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളും മണിച്ചിത്രത്താഴ് തിരുത്തി എഴുതി.